Hi friends, Nclex question safe and effective care environment continuation of the question 11 മുതൽ 24 വരെയുള്ള questions നോക്കാം നമുക്ക്. The 11th question. The nurse has been asked to administer a drug by IV push. She is uncertain whether or not this task falls within the scope of practice. The nurse knows that which of the following are the best source to refer for the information related to her scope of practice in this situation. അതായത് IV ഇഞ്ചക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നേഴ്സിന് കൊടുക്കാം അല്ല കൊടുക്കാൻ മേല എന്നാൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കണം എന്നുള്ളതാണ്. എവിടെ നോക്കിയാൽ അറിയാൻ പറ്റും ഈ സ്കോപ്പ് ഓഫ് പ്രാക്ടീസിനകത്തുള്ളതാണെന്ന്. ഒന്ന്, ഹോസ്പിറ്റൽ ആൻഡ് യൂണിറ്റ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ഡെഫിനറ്റ്ലി ഹോസ്പിറ്റലിൻ്റെയും യൂണിറ്റ് പോളിസികളിനകത്തും ഇത് പറഞ്ഞിട്ടുണ്ടായിരിക്കും നേഴ്സിന് കൊടുക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ള കാര്യം. അതുപോലെ നേഴ്സ് പ്രാക്ടീസ് ആക്ട് എല്ലാ സ്റ്റേറ്റിലെയും അവർക്ക് എന്ത് ചെയ്യാം ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അവർക്ക് ഇവരുടെ സ്കോപ്പ് നഴ്സസിൻ്റെ സ്കോപ്പ് ഓഫ് പ്രാക്ടീസിൽ അവർക്ക് IV പുഷ് ഇഞ്ചക്ഷൻ കൊടുക്കാമോ ഇല്ലയോ എന്നുള്ള ബൈ ലോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഓർഡറിങ് ഫിസിഷ്യനൊന്നും നമ്മുടെ സ്കോപ്പ് ഓഫ് പ്രാക്ടീസോ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അതുപോലെ ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റിനും ഡ്രഗിനെ പറ്റിയും കാര്യങ്ങളൊക്കെ ഇൻഫർമേഷൻ തരാമെന്നല്ലാതെ നേഴ്സിൻ്റെ സ്കോപ്പ് ഓഫ് പ്രാക്ടീസിനെ പറ്റി അവർക്കറിയില്ല. സോ എലിമിനേറ്റ് ചെയ്യാൻ രണ്ടെണ്ണം ചൂസ് ചെയ്യാം. എലിമിനേറ്റ് ചെയ്യുന്ന ഓർഡറിങ് ഫിസിഷ്യനെ എലിമിനേറ്റ് ചെയ്യാം, ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റിനെ എലിമിനേറ്റ് ചെയ്യാം. ഇത് കാണുന്നത് ഹോസ്പിറ്റൽ ആൻഡ് യൂണിറ്റ് പോളിസീസിലും കാണും, നേഴ്സ് പ്രാക്ടീസ് ആക്ടിലും കാണും. ഓക്കെ. Question number 12. A 12-year-old client with leukemia has consented to a blood transfusion against the wishes of his family, who are all Jehovah's Witnesses. The nurse knows that which of the following ethical principle best supports the decision. Jehovah's Witnesses, they don't blood product ഒന്നും അവരുടെ വിശ്വാസത്തിന് അഗൈൻസ്റ്റാണ് അവർ റിസീവ് ചെയ്യാത്ത ആൾക്കാരാണ്. അപ്പോൾ 20 വയസ്സുള്ള ഈ കുട്ടി ലുക്കീമിയ പേഷ്യൻ്റ് സെൽഫായിട്ട് കൺസെൻറ്റ് ചെയ്തിരിക്കുന്നതാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് വേണ്ടിയിട്ട്. അപ്പോൾ അതെന്താണ്, ഏത് പ്രിൻസിപ്പിളിനാണ്, എത്തിക്കൽ പ്രിൻസിപ്പിളിനാണ് ഇത് ബെസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നത്? ഓട്ടോണമി, ബെനഫിസൻസ്, നോൺ മാലിഫൻസ് ആൻഡ് ജസ്റ്റിസ്. ഇന്നത്തെ ഏതായിരിക്കും? ഓട്ടോണമിയാണ് സെൽഫായിട്ടുള്ള തീരുമാനങ്ങൾ എന്താണെന്ന് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് ഞാൻ പറയാവേ. ഓട്ടോണമി റെഫേഴ്സ് ടു ദ റൈറ്റ് ഓഫ് ഇൻഡിവിജ്വൽ ടു മേക്ക് ഡിസിഷൻ ഫോർ ദംസെൽഫ്. അവനവന് വേണ്ടിയിട്ടുള്ള ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള എത്തിക്കൽ പ്രിൻസിപ്പിളിനകത്തുള്ളതാണ് ഓട്ടോണമി. അത് ബെനഫിസൻസ് എന്ന് പറയുന്നത് റെഫേഴ്സ് ടു ദ നേഴ്സ് ഡ്യൂട്ടി ടു ഡു വാട്ട് ഈസ് ഗുഡ് ഫോർ ദ ക്ലയൻറ്റിന് ഏറ്റവും നല്ലതായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എത്തിക്കൽ പ്രിൻസിപ്പിളാണ് ബെനഫിസൻസ്. അത് നേഴ്സിന് ചെയ്യാനുള്ള കാര്യമാണ്, ഫോർ ദ നേഴ്സ്. ദാറ്റ് വൺ. നോൺ മാലിഫിസൻസ് എന്ന് പറയുന്ന ഡു നോ ഹാം, അതായത് പേഷ്യൻറ്റിനെ പരിക്കുകളൊന്നും ഒപ്പിക്കാതെ അല്ലാതെ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഇടയിലൊന്നും ഹാം ഇല്ലാതിരിക്കാനുള്ളതാണ് നോൺ മാലിഫിസൻസ്. ജസ്റ്റിസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഈക്വറ്റബിൾ ട്രീറ്റ്മെൻറ്റ്, ഫെയർ ആയിട്ടുള്ള ഈക്വറ്റബിൾ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന ഒരു കൺസെപ്റ്റാണ്. ഓക്കെ. അപ്പം ഓട്ടോണമി is the choice here. Okay, ethical principle. Question number 13. The nurse wants to delegate a task of showering an elderly client in a wheelchair to the nursing assistive personnel (NAP). Before delegating a task to the NAP, the nurse should first ensure which of the following is accomplished. സോ നഴ്സിംഗ് അസിസ്റ്റൻറ്റിന് ഒരു ജോലി കൊടുക്കുകയാണ്, പേഷ്യൻറ്റിനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വീൽചെയറിലുള്ള പേഷ്യൻറ്റിനാണ്. ഓക്കെ. സോ the UAP is supervised at all time. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ്, the UAP demonstrated competency for the task during orientation. തേർഡ് ഓപ്ഷൻ, UAP has performed the task before. UAP has received the assignment during report. ഡ്യൂറിങ് റിപ്പോർട്ടിൽ ഇതിൻ്റെ UAPക്ക് ഇതിൻ്റെ അസൈൻമെൻറ്റ് കൊടുത്താൽ ഡസൻറ്റ് മീൻ ദാറ്റ് ഷീ നോസ് ഇറ്റ് ഓർ അതിൻ്റെ പുള്ളിയുടെ സ്കില്ല് വെരിഫൈഡ് ആണോ എന്നുള്ള കാര്യം അതിനെപ്പറ്റി ഒന്നും പ്രതിപാദിക്കുന്നില്ല. ഷിഫ്റ്റിൻ്റെ സമയത്ത് ഓവർ റിസീവ് ചെയ്യുന്നിടത്തോടെ. അതുകൊണ്ട് നേരത്തെ ഈ ടാസ്ക് നേരത്തെ ചെയ്ത് ഡസൻറ്റ് മീൻ ദാറ്റ് ഷീ വെരിഫൈഡ് ഹെർ സ്കിൽ. അപ്പം ചെയ്തിട്ടുണ്ടെങ്കിലും സ്കിൽ വെരിഫൈഡ് ചെയ്തതാണോ, ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ അല്ലെങ്കിൽ ആരെങ്കിലും കാണിച്ചിട്ടുണ്ടോ, ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം അറിയില്ല. അതുപോലെ
സോ എല്ലാ സമയത്തും പിന്നെ നഴ്സിംഗ് അസിസ്റ്റൻറ്റിനെ സൂപ്പർവൈസ് ചെയ്ത് അതും ഒരു ഓപ്ഷനല്ല. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ അല്ലാന്ന് വെച്ചാൽ നമുക്കൊരു ജോലി അവർക്ക് അതായത് നഴ്സിംഗ് അസിസ്റ്റൻറ്റ് ഡെമോൺസ്ട്രേറ്റഡ് കോമ്പിറ്റൻസി, അതായത് അവരുടെ ഓറിയൻറ്റേഷൻ സമയത്ത് അവർ ഇത് കേപ്പബിളാണ് ചെയ്യാനുള്ള കോമ്പിറ്റൻസി അവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതാണ് നമ്മളിവിടെ ചൂസ് ചെയ്യുന്നത്. കോമ്പിറ്റൻസി ഫോർ ദ ടാസ്ക് ഡ്യൂറിങ് ഓറിയൻറ്റേഷൻ. The answer is the nursing assistant demonstrated competency for the task during orientation. അതാണ് നമ്മൾ വിലയിരുത്തുന്നത്, whether she will be able to take this patient by wheelchair for showering. Okay. A well-known actor has been admitted to an ambulatory surgical unit. The nurse notices a staff member who is not involved in the client's care reading his medical record. The nurse knows that she should first do which of the following. അതായത് വേറെ നമ്മൾ കെയർ ചെയ്യാത്തൊരു പേഷ്യൻറ്റിൻ്റെ ഡോക്യുമെൻ്റ് നമുക്ക് തൊടാനുള്ള റൈറ്റ് ഇല്ല, അത് ചെയ്യാൻ പാടില്ല. ദറ്റ് ഈസ് അഗൈൻസ്റ്റ് ഇതാണ്. അപ്പം നമ്മൾ അങ്ങനെ വേറൊരാൾ പേഷ്യൻ്റ് കെയറിലില്ലാത്ത ഒരാൾ ഒരു ആളുടെ ഒരു പേഷ്യൻറ്റിൻ്റെ ചാർട്ട് വായിക്കുന്ന കാണുമ്പോൾ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? നത്തിങ്. You can't just stand like that. The staff member has a hospital ID badge and is authorized to read the medical record. No. If you are not authorized to care for that patient, you are not supposed to open. Okay. Inform the staff member that without a legitimate need for the information, staff should not be reading the medical record. അതാണ് കറക്റ്റ്. നമ്മൾ കൊളീഗിനോട് പറയണം, നിങ്ങളിതിൻ്റെ ഓതറൈസ്ഡ് അല്ല, അപ്പോൾ നിങ്ങൾ അത് ചെയ്യാൻ പാടില്ല. ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള നീഡില്ലാണ്ട് നിങ്ങൾക്ക് അവരുടെ ചാർട്ട് വായിക്കാനുള്ള റൈറ്റ് ഇല്ല എന്ന് അവരെ റിമൈൻഡ്. ചിലപ്പോൾ അവർ ഇതായിരിക്കും, ജസ്റ്റ് റിമൈൻഡ് ഹർ ഓർ ടെൽ ഹർ സീരിയസ്, ഇറ്റ് ഈസ് എ സീരിയസ് തിങ്. ടെൽ ദ ക്ലയൻറ്റ് ഹിസ് മെഡിക്കൽ റെക്കോർഡ് ഹാവ് ബീൻ റെഡ് ബൈ അൺഓഥറൈസ്ഡ്. അതൊരിക്കലും ചെയ്യേണ്ട ആവശ്യമില്ല. അൺഓഥറൈസ്ഡ് ഇൻഡിവിജ്വൽ ഓപ്പൺ ചെയ്യുന്ന പേഷ്യനോട് പറയേണ്ട ആവശ്യമില്ല. അതുപോലെ ഫിസിഷ്യനോട് പറയേണ്ട ആവശ്യമില്ല. പേജ് ദ ഫിസിഷ്യൻ ആൻഡ് ആസ്ക് ഇഫ് ഇറ്റ് ഈസ് അക്സെപ്റ്റബിൾ ഫോർ ദാറ്റ്. നോ, you don't have to take permission from physician. It is a patient right. Means ഇത് അവരുടെ പ്രൈവസിയെ ബ്രീച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ should never do that one. Question number 15. The nurse is learning how to use the hospital's new electronic medication administration record. The nurse knows that this tool has the potential to do which of the following? Select all that apply. അപ്പം ഇലക്ട്രോണിക് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ഡിവൈസ് റെക്കോർഡ് വന്നിരിക്കുന്നത് നമ്മുടെ ഹോസ്പിറ്റലിൽ. അപ്പോൾ ഇത് പൊട്ടൻഷ്യലായിട്ട് ഈ ടൂൾ എന്തിനൊക്കെയാണ് നമുക്ക് ഇതാവുന്നത്? അപ്പം ഈ ടൂള് റെഡ്യൂസ് ദ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ എറർ, അതുപോലെ ഇംപ്രൂവ് ആക്സസ് ടു ഇൻഫർമേഷൻ അറ്റ് ദ പോയിൻ്റ് ഓഫ് കെയർ. ഇത് രണ്ടും നമുക്കറിയാം, മെഡിക്കേഷൻ എറർ കുറയ്ക്കുന്നുണ്ട്. അതുപോലെ പോയിൻ്റ് ഓഫ് കെയറിൽ നമുക്ക് ഈ ഡിവൈസ് ഇലക്ട്രോണിക് റെക്കോർഡ് നമുക്ക് പേഷ്യൻ്റ് ബെഡ് സൈഡിൽ കൊണ്ടുപോയി പോയിൻ്റ് ഓഫ് കെയറിൽ കൊണ്ടുപോയി അത് പേഷ്യൻറ്റിൻ്റെ ID സ്കാൻ ചെയ്യുകയും ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ അത് രണ്ടും കറക്റ്റായിട്ടുള്ള ഉത്തരങ്ങളാണ്. എലിമിനേറ്റ് ദ നീഡ് ഫോർ ദ നേഴ്സ് ടു ഡോക്യുമെൻറ്റ് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷനോ, നമ്മൾ മെഡിക്കേഷൻ കൊടുത്താൽ എപ്പോഴും നമ്മൾ ഡോക്യുമെൻറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ. എലിമിനേറ്റ് ദ നീഡ് ഫോർ ദ നേഴ്സ് ടു വെരിഫൈ ഡോസ് കാൽക്കുലേഷൻ. നെവർ. ഇതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യേണ്ട. കറക്റ്റ് ഡോസ്, കറക്റ്റ് ഡ്രഗ്, കറക്റ്റ് പേഷ്യൻ്റ്, കറക്റ്റ് ടൈം, എല്ലാം നമ്മൾ എല്ലാ റൈറ്റ്സും നമ്മളെപ്പോഴും ഫോളോ ചെയ്യണം. അപ്പോൾ അത് രണ്ടും എലിമിനേറ്റ് ചെയ്യാം. സോ ഇലക്ട്രോണിക് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ റെക്കോർഡിന് എന്തൊക്കെയാണ് മെഡിക്കേഷൻ എറർ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇംപ്രൂവ് ആക്സസ്, പേഷ്യൻ്റ് പോയിൻ്റ് ഓഫ് കെയറിൽ ഇംപ്രൂവ് ആക്സസ്. ഓക്കെ. Question number 16. The nurse uses the internet to receive electrocardiogram result from a client living in a nursing home. The nurse knows this type of information technology is best described as which of the following? So option 1 is encryption, second is telecommunication, third is telehealth, fourth is nursing informatics. So encryption means it's by code, it is transmitted and security is maintained, like you see in WhatsApp and all this. No, that is not the one. Telecommunication, that is data transmission by telephone. That is telecommunication refer to electronic transmission of data over phone based lines lana telecommunication. Telehealth next. Telehealth is the correct answer. Telehealth uses transmission via telecommunication technology to transmit health information remotely. So that is the correct answer. Telehealth ഇതിലൂടെയാണ് ECGയുടെ റിസൾട്ട് പേഷ്യൻറ്റിൻ്റെ ഹോമിൽ, നഴ്സിംഗ് ഹോമിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ടെലിഹെൽത്ത് ഈസ് ദ ടെക്നോളജി യൂസ്.
The nursing informatics means this nursing with technology. This nursing informatics refers to a speciality of nursing that integrate nursing and computer science. അത് രണ്ടും കൂടെ ഇതിനെയാണ് nursing informatics എന്ന് പറയുന്നത്. Okay. So 17, the nurse is preparing to transfer a client to the operating room. She knows that the adhering to the hospital policy for client hands-off best ensure which of the following: case management, second continuity of care, third confidentiality protection, fourth is collaboration. So proper ആയിട്ടുള്ള ഹാൻഡ് ഓഫ് ശരിക്കും പേഷ്യൻറ്റിനെ പറ്റിയിട്ടുള്ള ഇത് കൂടെ ഹാൻഡ് ഓവർ ചെയ്യുന്നത് ദാറ്റ് ഈസ് വാട്ട് ഫോർ ദ പ്രോപ്പർ കണ്ടിന്യൂറ്റി ഓഫ് കെയറിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, കേസ് എവറിത്തിങ് ഈസ് ഇൻക്ലൂഡഡ് ബട്ട് കണ്ടിന്യൂറ്റി ഓഫ് കെയർ ഈസ് ദ ബെസ്റ്റ് തിങ്. The improving handoff communication allows each caregiver to communicate completely, effectively and consistently as the client transition to different department in the hospital. This process improves the continuity of care. Okay. Case management does not address the issue of handoff between caregivers. Case is nothing to go with this case management here in handoff. And confidentiality protection does not address the issue of handoff between caregivers, or collaboration does not address the issue of handoff between caregivers. So only the thing is what? Continuity of care. Okay. 18. Question number, I'm skipping question number 18. Question number 19. The nurse is caring for a 41-year-old man with a new colostomy. So just emphasis on new colostomy. Okay, as part of the care planning for this client, the nurse knows a referral to which of the following will be priority. So new colostomy ചെയ്തിരിക്കുന്ന ഒരു പേഷ്യൻ്റ് എന്തായിരിക്കും അതിൻ്റെ പ്രയോറിറ്റി എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, the first option is a certified wound ostomy and continence nurse. Second is social services. Third, physical therapy. Fourth is occupational therapy. ന്യൂ ആയിട്ടുള്ളൊരു കൊളോസ്റ്റമിയുള്ള പേഷ്യൻ്റ് ആരായിരിക്കും ആവശ്യം? എ സർട്ടിഫൈഡ് വൂണ്ട് ഓസ്റ്റമി ആൻഡ് കോണ്ടിനൻസ് നേഴ്സിനെ ആയിരിക്കും. ബാക്കി എല്ലാ കാര്യങ്ങളും ആവശ്യമായിട്ട് വരാം. സോഷ്യൽ സർവീസ് വേണ്ടി വരും, ഫിസിയോതെറാപ്പി ആവശ്യം, ഒക്യുപേഷണൽ തെറാപ്പി. ബട്ട് ഇതല്ല പ്രയോറിറ്റി ഒരു ഓസ്റ്റമി നേഴ്സ് അല്ലെങ്കിൽ കോണ്ടിനൻസ് നേഴ്സിനെയാണ്. ഓക്കെ, സർട്ടിഫൈഡ് വൂണ്ട് കെയർ ഉള്ള. Question number 19. An RN in charge of team on a medical surgical unit that includes an LPN. The RN understands that which of the following is an activity that falls within the scope of practice of LPN, practical nurse. Okay, registered practical nurse ആണ് LPN. Administer oral medication to a client. 1. 2 is collaborate with the social service to develop a discharge plan. Third is formulate a nursing diagnosis. Fourth, develop a policy. So the first option is the correct one. Oral medication, LPN can RPN അല്ലെങ്കിൽ LPN can give oral medication to a client. Collaboration with other services or discharge plan അല്ലെങ്കിൽ formulating a nursing diagnosis or develop a policy, ഇതൊന്നും LPN RPN സ്കോപ്പ് ഓഫ് പ്രാക്ടീസിലുള്ള. ദിസ് ഈസ് ഓൾ ഫോർ രജിസ്റ്റേർഡ് നഴ്സസ്. RNസിൻ്റെ സ്കോപ്പ് ഓഫ് പ്രാക്ടീസിലുള്ളതാണ്. Question number 20. The nurse in a maternity unit is caring for a client who has just delivered twins. The client voices concern about her ability to manage when she gets home. Which of the following statement best illustrates quality care delivery by nurse? Select all that applies. SATA questions with more weightage. Okay, so she has twins, she is going home and she has a concern about ability to manage her 2 babies. Okay, so the thing is that just first option is just to focus on how lucky you are to have 2 healthy babies. Doesn't make any sense for that patient. Okay, second one, we can arrange for follow-up visit with a home health nurse. That makes sense. Yes, home nurse will be a helping hand her for, and she can guide her or assist her for this transition phase. Here is some information on support groups for parents of multiples. So she is getting information about maybe support group she can get, and they can also help her in help could be a support in this transition phase. So these two, second and third, is the correct answer. The last one is you will find it easier to formula feed your babies at home.
No, this one also doesn't make any sense for this patient at this situation. She has a problem, or she is concerning about ability to manage when to get home. She may breastfeed well. She didn't ask for her. This was not the concern she raised. Okay. So question number 21. After responding to a code, several staff nurses expressed concern over their confidence levels and performance to the nurse in charge of the hospital's performance improvement program. The nurse in charge knows that the best way to evaluate and improve performance is to implement which of the following. സോ ഒരു കോഡ് ബ്ലൂ കോഡ് പിങ്കോ എന്തെങ്കിലും വിളിച്ചപ്പോൾ പെർഫോമൻസിൽ അവർക്ക് കുറേയൊക്കെ പെർഫോമൻസിൽ കോൺഫിഡൻസ് ഇല്ല എന്നുള്ള ഒരു കൺസേൺ റൈസ് ചെയ്തു. അപ്പോൾ അതെങ്ങനെയാണ് ഇവിടെ ചെയ്യാൻ പറ്റുക, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുക? പ്രോഗ്രാം ദാറ്റ് കളക്ട് അനാലിസിസ് പെർഫോമൻസ് ഡാറ്റ, അതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പെർഫോമൻസിൽ കോൺഫിഡൻസ് ഇല്ല, അവർക്ക് കോൺഫിഡൻസ് ആയിട്ട് എക്സ്പ്രസ് കൺസേൺ ഓവർ ദെയർ കോൺഫിഡൻസ് ലെവൽ ആൻഡ് പെർഫോമൻസിലോ എന്തെങ്കിലും അതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? പ്രോഗ്രാം ഡാറ്റ കളക്ട് ചെയ്യുക, അനാലിസിസ് പെർഫോം ഡാറ്റ, അതുകൊണ്ട് ഹെൽപ്പില്ല. മോക്ക് കോഡ്സ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക, അങ്ങനെയാണ് നമുക്ക് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുകയും അതുപോലെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക. സോ മോർ മോക്ക് കോഡുകൾ ചെയ്യുക. ഇൻ സർവീസ് ട്രെയിനിങ്ങും ഒക്കെ എങ്കിൽ കൂടിയും പ്രാക്ടീസിൽ നിന്ന് മോർ പ്രാക്ടീസ് ചെയ്യുന്നതിൽ ഉള്ള അത്ര എഫിഷ്യൻസിയിൽ ഇത് ചെയ്യാൻ പറ്റത്തില്ല. റിട്ടൺ കോമ്പിറ്റൻസി എക്സാം അങ്ങനെയെന്ന് പറയുമ്പോൾ നമ്മുടെ നോളജ് കൂടുക, അല്ലാതെ പെർഫോമൻസ് ലെവലിലൊന്നും ഇമ്പ്രൂവ് ചെയ്യുന്നില്ല. ഇൻ സർവീസ് ട്രെയിനിങ് 22. So, mock codes can improve performance by encouraging teamwork, improving communication skill building, and enhancing and confidence of caregivers. That's what happens when more mock codes is done. Okay. അതുപോലെ written competency exam is not the best way to evaluate and improve performance because it tests knowledge rather than performance. അവർ പ്രശ്നം ഇവിടെ പെർഫോമൻസിലാണ് കോൺഫിഡൻസ് ഇല്ലാത്ത ആൾക്കാർ. അപ്പോൾ അവിടെ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ കൂടുതൽ മോക്ക് കോഡുകൾ ചെയ്തേ പറ്റുള്ളൂ. 23. The client is being treated for uncontrolled hypertension. The nurse knows that the involvement of nursing, pharmacy, cardiology, and nutritional services is an example of which of the following approach. So it is managed care, second is multidisciplinary, third is case management, fourth is performance improvement. It is easy peasy, it is multidisciplinary. 23 by the nurse is caring for a client newly diagnosed with diabetes. Okay. They perform the following task. Place the task the nurse would perform in the appropriate order. All option must be used. So we have 4 options. അത് കറക്റ്റായിട്ട് ആ ഓർഡറിൽ നമ്മൾ പ്ലേസ് ചെയ്യണം. ഓക്കെ, ദിസ് ലൈക്ക് സെലക്ട് ഓൾ ദാറ്റ് അപ്ലൈഡ് അല്ല, ഇത് എല്ലാം ഉണ്ട്, എല്ലാ ഓപ്ഷൻസും നമ്മൾ പിക്ക് ചെയ്യണം. ഓക്കെ, അപ്പം ഇതിനകത്ത് ആദ്യം ദ നേഴ്സ് എസ്റ്റാബ്ലിഷ് എ ഗോൾ വിത്ത് ദ ക്ലയൻറ്റ് ടു ബി ഏബിൾ ടു സെൽഫ് അഡ്മിനിസ്റ്റർ ഇൻസുലിൻ ഇഞ്ചക്ഷൻ. ഓപ്ഷൻ 1, nurse assess the client's level of knowledge about how to administer insulin injection. Okay, the nurse evaluates the client while self-administering insulin injection. The nurse establishes the diagnosis of knowledge deficit. The first thing what we have to do is our nursing process assessment. So assessment, how we assess? First what we do here, the nurse assess the client level of knowledge about how to administer insulin injection. Okay, she is going and she is asking the patient whether she knows or not. So avade oru knowledge gap she realized that this patient doesn't know how to administer. So the next one is what she does. The nurse establishes the diagnosis of knowledge deficit. Assessment, then the diagnosis. She went to the diagnosis. Now the third part, what she will do is nurse. So with the patient you are making a goal. The nurse established
establish a goal with the client to be able to self-administer insulin injection. എന്ന് പറയുന്നതിന് 2 ദിവസമുണ്ട്, വീട്ടിൽ പോകാൻ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ 2 ദിവസമുണ്ട്. അപ്പോൾ അതിനോടകം ഞാൻ നിന്നെ കാണിക്കും, നീ എന്നെ റിട്ടേൺ ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്നു, കറക്റ്റ്ലി എങ്ങനെയാണ് ഡ്രോ ചെയ്യുന്ന ടെക്നിക്ക് ഓഫ് ഇഞ്ചക്ഷൻ എല്ലാം ഞാൻ നിന്നെ പഠിപ്പിക്കുന്നു. അപ്പോൾ 2 ദിവസം കൊണ്ട് നീ പഠിക്കുന്നു. 3 പ്രാവശ്യം നിനക്ക് ഇഞ്ചക്ഷൻ ഉണ്ട്. അപ്പോൾ രാവിലെ ഞാൻ നിന്നെ ചെയ്ത് കാണിക്കും, ഉച്ചയ്ക്കത്തെ നീ എനിക്ക് റിട്ടേൺ ഡെമോൺസ്ട്രേഷൻ, അങ്ങനെയുള്ള ഗോളുകൾ ഉണ്ടാക്കി അവർ ഇത് എനിക്ക് ഇഞ്ചക്ഷൻ. അത് കഴിഞ്ഞിട്ട് the fourth one is the nurse evaluate the client while self-administering insulin injection. When she gets a return demonstration, so she evaluate. That is the last stage of nursing process. In case ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇവാലുവേഷൻ ചെയ്ത് നമ്മൾ ആദ്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, പ്രശ്നം എന്നാന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് അതിൻ്റെ ഡയഗ്നോസിസ് ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മൾ ഗോൾ ഉണ്ടായതിന് ശേഷം അത് ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. ദാറ്റ്സ് വാട്ട് ദ സെയിം. സോ നമ്മൾ ആദ്യം പേഷ്യൻറ്റിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നു, പേഷ്യൻറ്റിന് നോളജ് ഡെഫിസിറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു, പേഷ്യൻ്റെ നോളജ് ഡെഫിസിറ്റിന് ഇൻസുലിൻ ഇങ്ങനെ കൊടുക്കുന്ന ഗോൾ ഉണ്ടാക്കുന്നു, പേഷ്യൻറ്റിൽ നിന്ന് റിട്ടേൺ ഡെമോൺസ്ട്രേഷൻ എടുക്കുന്നു. സോ ദാറ്റ് ഈസ് ദ പ്രോസസ്. ഓക്കെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 24. The nurse administered the first dose of chemotherapy to a client on an oncology unit. The nurse knows that which of the following activities is appropriate to delegate to a LPN. The RPN registered practice nurse, licensed practice nurse ഏതാണ് കൊടുക്കാൻ പറ്റുക, അവരുടെ സ്കോപ്പ് ഓഫ് പ്രാക്ടീസിൽ കൊടുക്കാൻ പറ്റുന്ന ഏതാണ്? Obtain the client's blood pressure, option 1. Option 2, provide teaching about the side effects of the chemotherapy. Third is administering the second dose of chemotherapy. Fourth is flush the client's central line with heparin. ഇതിനകത്ത് എല്ലാം ക്ലയൻറ്റിൻ്റെ ബ്ലഡ് പ്രഷർ എടുക്കാൻ മാത്രമേ സ്കോപ്പ് ഓഫ് പ്രാക്ടീസ് ഉള്ളൂ ലൈസൻസ്ഡ് പ്രാക്ടിക്കൽ നഴ്സിന്. ബാക്കിയെല്ലാം RNസിൻ്റെയാണ് ടീച്ചിങ് കൊടുക്കുന്നതും ഇതിൻ്റെ സൈഡ് ഇഫക്റ്റിനെ പറ്റി പറയുന്നത്, കീമോതെറാപ്പിയുടെ സൈഡ് ഇഫക്റ്റിനെ പറ്റി പറയുന്നത്, സെക്കൻഡ് ഡോസ് ഓഫ് കീമോതെറാപ്പി കൊടുക്കുന്നത്, സെൻട്രൽ ലൈൻ ഫ്ലഷ് ചെയ്യുന്നത്, ഇതെല്ലാം RNൻ്റെ സ്കോപ്പ് ഓഫ് പ്രാക്ടീസിങ്ങിലുള്ളതാണ്. അപ്പോൾ ഈ 14 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റു ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.